സോ KTU BTech S2 2024 സ്കീം സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് എന്ന് വരുന്ന ഒരുപാട് പേര് ടെലിഗ്രാം, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബ് കമൻ്റൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് ഡെയിലി ചോദിക്കുന്നുണ്ട്. പല ഗ്രൂപ്പിൽ വരുന്ന ഫേക്ക് ഇൻഫർമേഷൻ വെച്ചിട്ട് റിസൾട്ട് ഇന്ന് വരും നാളെ വരുന്നൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം റിസൾട്ടിൻ്റെ കാര്യം. KTUവിൻ്റെ റിസൾട്ട് എപ്പോൾ വേണമെങ്കിൽ എന്ന് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം. അതിനൊരു കൃത്യമായ ഡേറ്റ് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഞങ്ങളൊക്കെ പണ്ട് പഠിക്കും പെട്ടെന്ന് പറയും 17th ജൂലൈക്ക് വരുന്നത്. ഇതൊന്നും KTU പറയുന്നില്ല, ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനാണ്. ആ റിസൾട്ട് ചിലപ്പോൾ കുറച്ച് 18 ജൂലൈന് വരാം, ചിലപ്പോൾ 16 ജൂലൈന് വരാം, ചിലപ്പോൾ ജൂലൈയിൽ തന്നെ വരാതെ ഓഗസ്റ്റിൽ വരാം. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. S8 വരെ. ഇനി ഒരു കാര്യം വീണ്ടും പറയാം, ചിലപ്പോൾ 17th ജൂലൈന് തന്നെ വരാം. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ റിസൾട്ട് എപ്പോൾ വേണമെങ്കിൽ വരിക, അതിനൊരു സ്പെസിഫൈഡ് ഡേറ്റ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടത്, റിസൾട്ടിനെ കുറിച്ച് ബോധർ ചെയ്യാതിരിക്കുക. ടെൻഷനും കാര്യങ്ങളുണ്ട്, പക്ഷേ റിസൾട്ട് ഡേറ്റ് നിങ്ങളിപ്പോൾ പലരും ഗ്രൂപ്പിൽ ഡെയിലി ഫോർവേഡായിട്ട് ഇങ്ങനെ ഫോർവേഡ് മെനി ടൈംസ് എന്ന് മെസ്സേജ് ഇടും, അല്ലെങ്കിൽ ഒരു ഫേക്ക് നോട്ടിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് KTU ഇട്ട പോലെ എഡിറ്റ് ചെയ്തിടും. ഇതൊക്കെ സ്ഥിരം കാണാം. അപ്പോൾ നമ്മൾ എന്തിനാണ് അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കും? നിങ്ങളിപ്പോൾ S2 ആണ്, അപ്പോൾ നിങ്ങൾ S2ലെ കാര്യങ്ങൾ നോക്കുക, കോളേജിൽ വൈബ് എൻജോയ് ചെയ്യുക, സ്പോർട്സും കാര്യങ്ങളും അതിൽ ഇൻവോൾവ് ആവുക, പരിപാടികൾക്ക് പങ്കെടുക്കുക, ട്രിപ്പൊക്കെ പോകേണ്ട ഫ്രണ്ട്സായിട്ട് കാര്യങ്ങളൊക്കെ. വെറുതെ നിങ്ങൾ ഈ S2 പഠിക്കുന്ന ഇടയിൽ പഠിക്കാനുള്ളത് പഠിക്കും വേണം, സീരീസ് എക്സാമാണ് അത് പഠിക്കുക. എല്ലാ നിങ്ങൾ S2ൻ്റെ ഇടയിൽ വെറുതെ കിടന്നിട്ട് S1ൻ്റെ റിസൾട്ടിൻ്റെ ഫേക്ക് കാര്യങ്ങളിൽ കൂടുതൽ ടെൻഷൻ ആവണ്ട. റിസൾട്ട് ഒരു ദിവസം വരും, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ S8 വരെ നിങ്ങൾ S8 അല്ലെങ്കിൽ നിങ്ങളുടെ S6, നിങ്ങൾക്ക് S6 വരെയാണല്ലോ മെയിനായിട്ട് ക്ലാസ് ഉണ്ടാവുക. S6 വരെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആലോചിക്കേണ്ട ഒരു പോയിൻ്റാണ്. റിസൾട്ട് എപ്പോൾ വേണമെങ്കിൽ എന്ന് വേണം വരാം. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യം അതിനൊരു ടിപ്പാണ്. എനിക്ക് വേണം റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഒരു വീഡിയോ കൂടി ചെയ്യാം. റിസൾട്ട് ഇന്ന് വരും, അനൗൺസ് എന്നൊക്കെ ഡേറ്റ് അനൗൺസ്. ഒരിക്കലും അത് സത്യമാകുന്നില്ല. റിസൾട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഗൂഗിളിലൊക്കെ പല ഡേറ്റും കൊടുക്കും, ചിലപ്പോൾ അന്ന് വരാം, ചിലപ്പോൾ അതിന് മുന്നേ വരാം. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കുക, KTUവിൻ്റെ റിസൾട്ട് എപ്പോൾ വേണമെങ്കിൽ വരാം. ഇനി അടുത്തൊരു ചോദ്യമാണ്, പൈത്തൺ ലിബറലാക്കുമോ എന്നൊക്കെ. ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നത് പൈത്തണിനെ കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് JEEയുടെ ഒരു കോഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കാണാം, എല്ലാത്തിനും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ജൂനിയേഴ്സ് സ്കൂളിലൊക്കെ ജൂനിയേഴ്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ പൈത്തണിൻ്റെ കാര്യം പറയുന്നതൊക്കെ. ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. വിശ്വാസ് ദിവസിൻ്റെ ഭാഗമായിട്ട് ഫിസിക്സ് വാലയുടെ ഒരുപാട് ബാച്ചസ് വന്നിട്ടുണ്ട്. ആദ്യം അർജുന JEE 2026 ബാച്ച്. ഈ ബാച്ച് വരുന്നത് ക്ലാസ് 11th സ്റ്റുഡൻസിൻ്റെ JEE മെയിൻസും അഡ്വാൻസും അതേപോലെ തന്നെ ക്ലാസ് 11th കിട്ടും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യ JEE 2026 ആണ്. ഇത് ക്ലാസ് 12th സ്റ്റുഡൻസിനാണ്, JEE മെയിൻസിനും അഡ്വാൻസിനുമാണ്. അടുത്ത റിപ്പീറ്റേഴ്സ് ബാച്ചാണ് പറയാൻ പോകുന്നത്. റിപ്പീറ്റേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ പ്രയാസ് JEE ബാച്ചാണ്. റിപ്പീറ്റേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ബാച്ചാണ്. പിന്നെ ഈ ബാച്ചുകളിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയം നിങ്ങൾക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഡെയിലി നോട്ട്സ്, പിയർ ടു പിയർ ഡൗട്ട് ക്ലിയറൻസ്, അതേപോലെ തന്നെ ഡെയിലി ടെസ്റ്റ് സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിസിക്സ് വാലയുടെ ബുക്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ലിങ്കൊക്കെ താഴത്ത് കൊടുത്ത് വാങ്ങിക്കാം. എൻ്റെ കൂപ്പൺ കോഡ് അടിച്ച് നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് കൂടുതൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ മേടിക്കുക, അത്യാവശ്യം നല്ല യൂസാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ ജൂനിയേഴ്സ് കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ നമ്മൾ പൈത്തണിൻ്റെ വാല്യുവേഷനെ കുറിച്ചൊന്ന് പറയാം. അതിന് മുന്നേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് 2 എക്സാമായിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുണ്ടായത്. ഒന്ന് സിം എന്ന് പറഞ്ഞ പേപ്പറായിരുന്നു, അത് ഞാൻ S5 എഴുതിയതും. ഒന്ന് എന്ന് പറഞ്ഞാൽ S7 എഴുതിയ പൈത്തണിൻ്റെ പേപ്പറായിരുന്നു. ഓക്കെ, S7 എഴുതിയ പൈത്തണിൻ്റെ പേപ്പർ എലക്റ്റീവ് എടുത്താണ്. ഞാൻ ഇലക്ട്രിക്കലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ 2 പേപ്പറും എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. ഞാനൊരു കഥ പോലെ പറഞ്ഞ സമയം കളഞ്ഞില്ല. ഈ 2 പേപ്പറും എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. 2 പേപ്പറിൻ്റെ അകത്തും കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ച പാറ്റേണേ അല്ല ചോദിച്ചത്. വളരെ ഡിഫിക്കൽട്ടായിട്ട് അത്യാവശ്യം പഠിച്ചവർ, പാസ് മാർക്കിനൊക്കെ പഠിച്ചവർ എന്തായാലും ബുദ്ധിമുട്ടി തോൽക്കാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള പേപ്പർ തന്നെയായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ 2 പേപ്പറും ഞാൻ അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഞാൻ 40 ഒക്കെ പ്രതീക്ഷിച്ചത്, 100 ഇത് ഞാൻ ആ റേഞ്ചൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ അതിലും കൂടുതൽ മാർക്ക് കിട്ടിയത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 2 പേർ എൻ്റെ എക്സ്പീരിയൻസിൽ അത് ലിബറലായിരുന്നു. പക്ഷേ പല സ്റ്റുഡൻസിന് പല രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് KTU. ഈ ഒരു പേപ്പറിലല്ല, ഒരുപാട് ഇപ്പോൾ മെക്കാനിക്കലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നല്ലോണം എഴുതി 70 മാർക്കിന് എഴുതിയിട്ട് 30 മാർക്ക് ഇട്ട ചരിത്രമുണ്ട്. 40 മാർക്കിന് എഴുതിയിട്ട് ചിലപ്പോൾ 10 മാർക്ക് ഇട്ട ചരിത്രമുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഇതുവരെ എഴുതി S7 വരെ, ഞാനിപ്പോൾ S8ലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ S7 വരെ എൻ്റെ എക്സ്പീരിയൻസിൽ എന്താണ് ഉണ്ടായത്, ഇങ്ങനത്തെ ഈ 2 പേപ്പർ ഡിഫിക്കൽട്ടായപ്പോൾ ലിബറലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കേസിൽ അത് സംഭവിക്കണമെന്ന് യാതൊരു ഉറപ്പും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ലിബറലാക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള മറുപടി ഇതാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ ടഫായ പേപ്പർ ലിബറലാക്കിയിരുന്നു. പക്ഷേ പലരുടെ എക്സ്പീരിയൻസിൽ പല റിപ്ലൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ പൈത്തണിൻ്റെ ഒരു ഡിഫിക്കൽട്ടി വെച്ചിട്ട് ആ പേപ്പർ അവർ ലിബറൽ ആക്കേണ്ടത് തന്നെയാണ്. കാരണം ആ പേപ്പർ വളരെ അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. ഒരു കാര്യം KTU അല്ലെങ്കിൽ ഏതൊരു യൂണിവേഴ്സിറ്റി ആയാലും മനസ്സിലാക്കേണ്ടത്, ഈ ഒരു 3 months അല്ലെങ്കിൽ 2.5 months നിങ്ങളിത് പഠിച്ചെടുക്കണമെന്നുള്ളൊരു ബുദ്ധിമുട്ട്
അവർ മനസ്സിലാക്കിയത്. ഞാനൊക്കെ എല്ലാ പേപ്പറും ഇങ്ങനെയാണ് എഴുതിയത്. പക്ഷേ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ ഒരു ചെറിയ ഇപ്പോൾ പാരൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഫെയിലാവും. ചില പല കുട്ടികൾക്കും പാരൻസിനെ പേടിയാണ്. എന്തിനാണ് പാരൻസിനെ പേടിക്കുന്നത്? നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴവരാണ്. അപ്പോൾ ഞാൻ പറയുന്നൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ചെറിയ സമയത്ത് ഇങ്ങനത്തെ ഒരു പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ പഠിക്കാൻ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി സ്കീം മാറി, നിങ്ങൾക്ക് നോട്ട്സ് പെട്ടെന്ന് കിട്ടില്ല. ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തൊരു ബാച്ച് തന്നെയാണ് 2024 സ്കീം. കാരണം നിങ്ങളാണ് ഇതിൻ്റെ ഫസ്റ്റ് ബാച്ച്. ഓക്കെ, അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ലിബറലിൻ്റെ കാര്യം നിങ്ങളവിടെ ആലോചിക്കണം. നിങ്ങൾ അത്യാവശ്യം എഴുതിയ ആ മാർക്ക് എന്തായാലും കിട്ടും. പ്ലസ് ഒരു കുറച്ച് ലിബറൽ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ 100% ഉറപ്പ് പറയുന്നില്ല. കാരണം ഒരു കാര്യം 100% ഉറപ്പ് പറഞ്ഞിട്ട് നടന്നിട്ടില്ലാണ്ടെങ്കിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ വളരെ വൃത്തിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പാരൻസ് ഈ വീഡിയോ നിങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്തോട്ടെ. ഈ ഭാഗം അവർക്കൊന്ന് വെച്ച് കൊടുക്കുക. എനിക്ക് പറയാനുള്ള കാര്യം, ഈ ഒരു ചെറിയ ടൈമിൽ, ഈ ഒരു ചെറിയ 3 മന്ത് അല്ലെങ്കിൽ 2 മന്ത് ഗ്യാപ്പിൽ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന പിള്ളേർക്ക് ഡിഫിക്കൽട്ടായെന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ സമയം കൊണ്ടൊന്നും നമുക്ക് വളരെ ബേസിക്സ് ഒന്നും ഇല്ലാത്തവർക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. അതിനുപരി ഇത് പഠിച്ചെടുത്താൽ തന്നെ വളരെ ടഫ് പേപ്പറായിരുന്നു. അപ്പോൾ ആ ഒരു പേപ്പർ നമ്മൾ അവരെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ആണ്. അപ്പോൾ പൈത്തൺ ലിബറൽ ആവും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി ഈ 2 ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കരുതെന്ന് കൂടി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.